അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അടുത്ത സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള 4 സ്റ്റിച്ചാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ചെയ്തിട്ടുള്ളത്. റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, മാജിക് ചെയിൻ സ്റ്റിച്ച്, 4 സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് വിപ്ഡ് ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റിച്ചാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. വിപ്ഡ് ചെയിൻ കേട്ടോ. ജസ്റ്റ് ഒരു ലൈൻ, ജസ്റ്റ് ഒന്ന് ഒരു ലൈന് വരയ്ക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലൈൻ കൊടുക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ചെയിൻ സ്റ്റിച്ചില്ലേ, ആ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നോർമലി നമ്മൾ ചെയ്യുന്ന ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നൂലും സൂചി എടുത്തിട്ടുണ്ട്. സാധാ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ സാധാ ഒരു നോർമൽ ചെയിൻ സ്റ്റിച്ചാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് നമുക്ക് ഇവിടെ വരെ ചെയ്യാം കേട്ടോ. ഈ ഒരു ലൈന് ഫുള്ളായിട്ട് ഈ നോർമൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ലൈൻ ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മൾ നോർമൽ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് കെട്ടിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു കളർ നൂല് യൂസ് ചെയ്തിട്ടാണ് ഇനി ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മളിനി ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വേറൊരു കളർ നൂലാണ് നമ്മളിതിന് യൂസ് ചെയ്യുക കേട്ടോ. ഇത് കണ്ടിന്യൂറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കളർ നൂലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തില്ല, നമ്മൾ ഫസ്റ്റത്തെ ചെയിൻ സ്റ്റാർട്ട് ചെയ്താൽ അവിടെ തന്നെ ജസ്റ്റ് ഇത് സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് ഈ സ്റ്റിച്ചിൻ്റെ ഒരു ഗ്യാപ്പില്ലേ, കാണുന്നില്ലേ, ഈ ഗ്യാപ്പിലൂടെ സൂചി ഇങ്ങനെ കയറ്റുക. ക്ലോത്തിൽ തട്ടരുത് കേട്ടോ. ക്ലോത്തിൽ തട്ടാതെ ആ ചെയിനിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. എന്നിട്ട് അടുത്ത ചെയിൻ്റെ ഉള്ളിലൂടെ. അപ്പം നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ സൂചി കുത്തിയെടുത്തില്ലേ, ആ ഒരു ഭാഗം മാത്രമേ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ.
പിന്നെയുള്ള ഭാഗമൊന്നും നമ്മൾ ക്ലോത്തിൽ ഈ നൂല് അറ്റാച്ച് ആവുന്നില്ല. ഈ ഒരു കെട്ടിട്ട ഭാഗം മാത്രം നമ്മൾ ഫസ്റ്റ് എടുത്ത ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ, ഇപ്പോൾ ഓരോ ചെയിനിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ ഈ നൂല് ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തും എൻ്റെ ഇത് കെട്ടിടുന്ന ഭാഗത്തും മാത്രമാണ് നമ്മൾ ഈ നൂല് ക്ലോത്തിൽ ജോയിൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കി മുഴുവനും വരുന്നത് ഇതുപോലെ ഇങ്ങനെ ഈ ഓരോ ചെയിനിൻ്റെ ഉള്ളിലൂടെ. അത് ക്ലോത്തിൽ തട്ടരുത്. ഇതാണ്ടോ, ഇവിടെ ഒന്നും നമ്മൾ ക്ലോത്തിൽ ആ നൂല് തട്ടുന്നില്ല. ഈ ഒരു കെട്ടിട്ട ഭാഗത്ത് മാത്രമേ ഉള്ളൂ തട്ടിയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ കാണുന്നില്ല നന്നായിട്ട്. ഓരോ ചെയിനിൻ്റെയും താഴെ കൂടെ കേട്ടോ, താഴെ കൂടെ ഇങ്ങനെ ക്ലോത്തിൽ തട്ടാതെ ഇങ്ങനെ ചെയ്തെടുക്കാം. ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ചും കൂടി ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഇവിടെ കുത്തി ഇറക്കുക. കുത്തി ഇറക്കിയിട്ട് ഇവിടെ ഇട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ചെയിൻ്റെ ഉള്ളിലൂടെ മാത്രമാണ് ഈ രണ്ടാമത്തെ നൂല് നമ്മൾ എടുക്കുന്നത്. ക്ലോത്തിലൊന്നും ഈ ഒരു നൂല് തട്ടുന്ന പോലുമില്ല. നമ്മൾ ഈ രണ്ട് ഭാഗത്ത് മാത്രം, സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തും അവസാനിക്കുന്ന ഭാഗത്ത് മാത്രമാണ് ഈ നൂല് ക്ലോത്തിൽ തട്ടുന്നത്. ഇനി അടുത്ത സ്റ്റിച്ച് നമുക്ക് അടുത്തതായിട്ട് വരുന്നത് സ്റ്റെം സ്റ്റിച്ചാണ് കേട്ടോ. സ്റ്റെം സ്റ്റിച്ചാണ് നമുക്ക് അടുത്തത് വരുന്നത്. സ്റ്റെം സ്റ്റിച്ച് കേട്ടോ. ഫസ്റ്റത്തെ സ്റ്റിച്ച് നമ്മൾ നോർമൽ റണ്ണിങ് സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റിച്ച് വരുന്ന സമയത്ത് ഈ സ്റ്റിച്ചിൻ്റെ ഒരു പകുതിയിൽ വെച്ചിട്ട് സൂചി എടുക്കാം. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് താഴ്ത്താം. എന്നിട്ട് ഈ സ്റ്റിച്ചിൻ്റെ പകുതിയിൽ വെച്ചിട്ട് സൂചി പൊക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ കേട്ടോ. ശരി, ഇങ്ങനെയാണെങ്കിൽ നമ്മളിവിടെയാണ് കുത്തുന്നതെങ്കിൽ ഇത് ഇങ്ങനെ മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് അങ്ങനെ എടുത്താൽ മതില്ല. ആണ് സ്റ്റിച്ച് വരുന്നത്. ഇത് ഈ ഒരു ലൈൻ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ.
സ്റ്റെം സ്റ്റിച്ച് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ്. പിക്ചറൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രസമുണ്ടാവും. ഇതൊരു സ്റ്റെമ്മ് പോലെ ആണെങ്കിൽ കൂടി നമുക്കൊരു ഔട്ട്ലൈനൊക്കെ കൊടുക്കാനും നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണത്. പിന്നെ നമ്മൾ 2 സ്റ്റിച്ചാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം കേട്ടോ. താങ്ക് യു.